മോനെ, നീ എന്തിനാ മഴയത്ത് നനയുന്നത്? അകത്തേക്ക് വാ. മഹി, ഒന്നിങ്ങി വന്നേ. എന്താടാ ഈ പാതിരാത്രിയിൽ എന്താ ഇങ്ങോട്ട്? എന്തിനാ പുറത്ത് മഴ നനഞ്ഞു നിൽക്കുന്നത്? ഏട്ടാ, വീട്ടിൽ ഒറ്റയ്ക്കിരുന്നിട്ട് വല്ലാതെ പേടിയാവുന്നു. ഞാനിവിടെ ഏതെങ്കിലും മൂലയിൽ കിടന്നോട്ടെ ഏട്ടാ. നേരം വെളുത്താ ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാം. മോനെ, നീ എന്തിനാ നാട് വിട്ട് പോകുന്നേ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? എടി ഇങ്ങ് വാടി, തല തോർത്തു. ഇങ്ങ് തായേച്ചി, എത്ര നേരം നിൽക്കുന്നു പോലും അറിയില്ല. കഴിക്കാം. വേണ്ട ചേച്ചി, എനിക്കിപ്പോ വിശക്കുന്നില്ല. രാത്രി അങ്ങനെ വെറും വയറോടെ കിടന്നുറങ്ങാൻ പാടില്ല മോനെ. കുറച്ച് വേണ്ട മുത്തശ്ശി, വിശപ്പില്ലാത്തോണ്ടാ. രാവിലെ കഴിച്ചോ. കുറച്ചെങ്കിലും കഴിച്ചൂടെ? ഏയ് ഇങ്ങോട്ട് നോക്കി, ഇത് നിന്റെ വീട് പോലെ. ഇഷ്ടമുള്ളപ്പോ നീ ഭക്ഷണം കഴിച്ചു, മനസ്സിലായോ? ശരി, വാ. മോനെ, എഴുന്നേറ്റോ മോനെ? എന്താ മുത്തശ്ശി? പല്ല് തേച്ചിട്ട് വാ, മുത്തശ്ശി ദോശ ഉണ്ടാക്കി തരാ, വന്ന് കഴിക്ക്. ഏട്ടന്മാരൊക്കെ എവിടെ? അവരൊക്കെ എന്തോ കാര്യത്തിന് പുറത്തു പോയിരിക്കുക, വരാൻ വൈകും. നീ വാ, വന്ന് കഴിക്കാൻ നോക്ക്. ചമ്മന്തി ഒഴിച്ചു തരാം, നന്നായി കഴിക്കേ. നീ ഇവിടെ ഇരുന്ന് കഴിക്കേ, ഞാൻ ചൂടോടെ ദോശ ചുട്ട് കൊണ്ടുവരാം. ആ നിക്ക് നിക്ക്, വെള്ളം കുടിക്കും മോനെ. ഈശ്വര, പാമ്പിൻ കുഞ്ഞിനാണല്ലോ ഞാൻ പാല് കൊടുത്തത്. ചതി പറ്റിയല്ലോടാ മക്കളെ. വാടാ, വന്ന് തൊഴുതോ നീ. വേണ്ട ചേച്ചി, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് തൊഴുതാളാം. ശരിടാ. മോനെ തോരെ, ടിവിയിൽ ഇപ്പൊ രാമായണ സീരിയലുണ്ട്. നീ വന്ന് ചേച്ചി ഒന്ന് സഹായിക്കും മോനെ. വാ മോനെ. ചേച്ചി, എന്തിനാണോ നീ ഇത് ചെയ്തത്? നീ കാരണം മഹേന്ദ്ര കൊലക്കാരി രക്ഷോട്ടെ. നിന്നെയാണ് ആദ്യം കൊല്ലേണ്ടിയിരുന്നത്. മുത്തശ്ശി, 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 ചേച്ചി, ശ്വേതേ, ഗായത്രി, മുത്തശ്ശി, മുത്തശ്ശി, ചേച്ചി, കാവ്യ, കാവ്യ, കാവ്യ. ഗായത്രി, 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 ഗായത്രി. ഏട്ടാ, 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 എനിക്ക് വല്ലാതെ പേടിയാവുന്നു ഏട്ടാ. എന്റെ ഏട്ടൻ ആളുകളെല്ലാം കൊണ്ടുവന്ന് ഇവിടെയുള്ള എല്ലാരും കൊന്നു കളഞ്ഞേട്ടാ. ഇതാ നോക്ക് ഏട്ടാ, അവരെന്നെ തല്ലി. എനിക്ക് വല്ലാതെ പേടിയാവുന്നു ഏട്ടാ. എന്നെ ചേട്ടാ. ഞാൻ നിന്റെ വീട്ടിലെ എച്ചിലെ നിന്ന് ഇവിടെ കഴിയാവുന്നതാണെന്ന് കരുതിയോ? ഇപ്പൊ എന്റെ ഏട്ടൻ നിന്റെ ഏട്ടന്റെ കഥ കഴിച്ചു കാണും. മഹേന്ദ്ര, ആ ഭദ്രൻ പുറത്ത് നാളെ കൊണ്ടുവന്ന് നിന്റെ ചേട്ടനെ വെട്ടിക്കൊല്ലാൻ പോവാടാ. പെട്ടെന്ന് പോയി രക്ഷിക്കാൻ നോക്ക. ദൈവമേ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് ആദ്യമായിട്ട് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു. അമ്മേ.
പോ. ഗായത്രിയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കോ. ഓ. മഹി എന്നെ നോക്ക് മഹി. മഹി 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 വാ, നമുക്ക് നാട് വിട്ട് പോവാം. വാ മഹീന്ദ്ര, വേഗം വാ. വാ മഹി. എഴുന്നേക്ക് മഹി. മഹി എന്നെ നോക്ക്. മഹി മഹി എന്നെ നോക്ക് മഹി. നോക്ക് മഹി. എന്നെ നോക്ക് മഹി. മഹി മഹി. ആ ടണല് വരുന്നുണ്ട്, എന്നെ കാണാതാവും. ഞാൻ സമ്മതിക്കില്ല. ടണല് വന്ന കണ്ടല്ലോ, ഇനി ഞാൻ കാണാതാവുന്ന കണ്ടു. വേണ്ട, പോ. വേണ്ട, പോ. 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 മഹി മഹി എഴുന്നേക്ക് മഹി. മഹി എനിക്ക് പേടിയാവുന്നു മഹി. മഹി മഹി എഴുന്നേക്ക്. മഹി 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 മഹി. കിച്ചു, നിന്റെ അമ്മ അന്ന് ജീവൻ വെടിയാതിരുന്നത് നീ ജനിക്കാൻ വേണ്ടിയിട്ടാ മോനെ. നീ ജനിച്ചപ്പോ മഹേന്ദ്രൻ വീണ്ടും പുനർജനിച്ചല്ലോ എന്ന സന്തോഷത്തിൽ അവളും പോയി. നിന്റെ അച്ഛന്റെ ദേഷ്യം നിനക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ കുട്ടിക്കാലം മുതൽക്കേ നിന്നെയും ഒരു ശുദ്ധ ബ്രാഹ്മണനായിട്ട് ഞാൻ വളർത്തിയത്. ഇവരുടെ ആരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയാ നിന്നെ ക്ഷേത്രവും പൂജയുമായിട്ട് ഈ ലോകം പോലും അറിയാതെ ഞാൻ സൂക്ഷിച്ചത്. അതെന്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വിധി പോലെ നീ രൂപത്തിൽ മാത്രമാണ് നിന്റെ അച്ഛനെ പോലെയെന്ന് ഞാൻ കരുതിയത്. എന്ന് നിന്റെ ദേഷ്യം കണ്ടപ്പോ പുലിയെ നമ്മൾ അഗ്രഹാരത്തിൽ ശാന്തമായി വളർത്തിയാലും അത് പൂച്ചയാവില്ലെന്ന് തെളിഞ്ഞു മോനെ. കിച്ചു, താൻ നിരന്തരം ചെയ്യുന്ന താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഈ പറഞ്ഞതിന്റെ അർത്ഥം നിനക്കറിയാമോടാ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ എന്ത് തന്നെയായാലും അത് നമുക്ക് തന്നെ കിട്ടും. അപ്പോ നീ ചെയ്ത കർമ്മഫലം നിനക്ക് തന്നെ കിട്ടണ്ടേ? ദാ പിടിക്ക്. ഇല്ല ചേട്ടാ, അന്ന് ഒറ്റക്കൈനെ രക്ഷിച്ച അതേ പയ്യൻ തന്നെ ഇയാളെയും രക്ഷിച്ചത്. മോഹനൻ തമ്പി ഉറപ്പായിട്ടും പൂജയ്ക്ക് വരും. അപ്പൊ തന്നെ പണി തീർക്കാം. അപ്പൊ എനിക്ക് വേണ്ടി നീ ഉറപ്പായിട്ടും അവനെ കൊല്ലുവോ? കൊല്ലും ചേട്ടാ. പറയുന്ന കേട്ടില്ലടാ. എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടവൻ, നിന്നെ പോലെ. ദാ കണ്ടില്ലടാ, അവന്റെ കർമ്മഫലം അവന് കിട്ടി. ഡേയ്, എന്നെ രക്ഷിക്കേണ്ടത് ഞാൻ തന്നെയാ. നാളെ ഏതവനാ വരുന്നതെന്നൊന്ന് കാണട്ടെ.